ഹലോ ഗായ്സ്, വെൽക്കം ടു RS വീഡിയോ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് റോബ്ലക്സിലെ 101 ഡ്രാഫ്റ്റ് സർവൈവൽ എന്ന് പറയുന്നൊരു ഗെയിമാണ്. ഞങ്ങൾ 3 പേരായിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിന് പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പാർട്ട് 1ഉം 2 ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിൻ്റെ പാർട്ട് 3 ആണിത്. ഇവിടെ ഒരു ഐലൻഡിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. സ്പിയർ വെച്ച് നമുക്കിവിടെ അടിക്കാം. സ്പിയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സ്പിയറൊക്കെ എപ്പോഴാണ് കിട്ടിയെന്നൊക്കെ പാർട്ട് 1ഉം 2ഉം കണ്ടവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഡേ 10 ആണ്. എനിക്ക് നല്ല കുറവുണ്ട്. അതിൻ്റെ കൂടെ രാത്രിയുമായിട്ടുണ്ട്. അതായത് ഗേൾ പ്രോ ചത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഗേൾ പ്രോ റീസ്പാനായി വരുന്നതായിരിക്കും. അപ്പം റീസ്പാൻ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിവൈവ് ചെയ്യുമ്പം ഞാൻ നോക്കുവാണെങ്കിൽ റിവൈവ് ചെയ്ത് നമ്മൾ നോക്കി ഇപ്പോൾ എന്തായാലും റോബക്സ് കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ബാൻഡേജ് കാണണം. അപ്പം ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് റിവൈവ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീവ് അടിച്ചിട്ട് കയറുമ്പം നമുക്ക് റീസ്പാൻ ആവാൻ പറ്റും. ലീവ് അടിച്ചിട്ട് കയറുമ്പോൾ നമുക്ക് ഈ ഒരു സെർവറിലോട്ട് തന്നെ റീസ്പാൻ ആവാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടോ, റോബക്സ് ഇല്ലാതെ തന്നെ ഞങ്ങൾ കയറി വരുന്നത്. അങ്ങനെയാണ്. ഞങ്ങളുടെ ക്രാക്കൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചാൽ ഈ ഒരു സർക്കിളാണ് പ്രൊട്ടക്ഷൻ. ഈ സർക്കിളിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ എൻ്റെ ക്രാക്കൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഹെൽത്ത് കുറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷാർക്ക് ഉണ്ടായിരുന്നു. ആ ഷാർക്ക് എന്നെ കടിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഹെൽത്ത് കുറഞ്ഞത്. ഫയറിൻ്റെ അടുത്തോട്ട് ഇരുന്നാൽ ഹെൽത്ത് കൂടുന്നുണ്ട്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ദേവ്ലോസ് നിന്ന് മീനെയൊക്കെ പിടിക്കുന്നുണ്ട്. ഇവിടെ ഗേൾ പ്രോ വുഡ് കൊണ്ടുവരുന്ന തിരക്കിലാണ്. ഇവിടെ വലിയൊരു ഫിഷ് കിട്ടുന്നുണ്ട്. അതാരും എടുത്ത് തിന്ന്, എനിക്കായിരുന്നു വേണ്ടത്. സോഡ് ഫിഷ് ആണ്. ഓക്കെ, ദേവം ബ്ലോഗ്സ് തന്നെ എടുത്തിട്ട് ദേവം ബ്ലോഗ്സ് തന്നെ തിന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു മെഡിക്കിറ്റ് ഇരിപ്പുണ്ട്. ഇവിടെ ഇപ്പം ടോട്ടം ഉള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും പറ്റില്ല. ടോട്ടം ഉള്ളത് കൊണ്ട് നമുക്ക് 2-3 ദിവസം എക്സ്ട്രാ കിട്ടി. ഇപ്പം നമ്മൾ ഇവരെയൊക്കെ അടിച്ച് കൊല്ലണം, എന്നാലും നമുക്ക് ഇനി അടുത്ത ടോട്ടം എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇതുവരെ നല്ല വേറെ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് നല്ല ഹെൽത്ത് കുറവാണ്. എന്നാലും ഞാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരെയൊക്കെ അടിക്കാം. നമുക്ക് ടോട്ടം എടുക്കാം. അപ്പം രണ്ടുപേരും ഓക്കെ, ഒരാൾ ഗേൾ പ്രോ ചത്തിട്ടില്ല, പക്ഷേ ദേവ്ലോസ് ചത്തിട്ടുണ്ട്. ഓക്കെ, ഗേൾ പ്രോ ലീവായി ഗായ്സ്. എന്താണെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. അത് നമുക്കിവിടെ ടോട്ടം കിട്ടിയിട്ടുണ്ട്. ലാർജ് സാക്കി നമുക്ക് അൺസ്റ്റോർ ചെയ്യാം ടോട്ടം. അപ്പോൾ ഇനി ഒത്തിരി നേരം നമുക്ക് കളിക്കാൻ ഒത്തിരി നേരം നമുക്ക് ഡേ പെട്ടെന്ന് കൂടും. ഇപ്പം 4 days ആയിട്ട് കൗണ്ട് ഇൻക്രീസ് ആവും. അപ്പോൾ ഗായ്സ് അവർ രണ്ടുപേരും ലീവ് അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പാർട്ട് 4 ഇച്ചിരിയേ ഉള്ളായിരുന്നു, പാർട്ട് 3 ഇത്തിരിയേ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് നമുക്ക് ഉണ്ട്. അപ്പോൾ ദേവ്ലോസ് റീജോയിൻ ആയിട്ടുണ്ട്. പാർട്ട് 4 കാണത്തില്ല, പാർട്ട് 3 വരെ കാണത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ഗേൾ പ്രോ വന്നിട്ടില്ല, ദേവ്ലോസ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാ കോണ്ടന്റും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോണ്ടന്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഐലൻഡ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് നിർത്താം.
ഇവിടെ ഷെല്ലൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഏതിൻ്റെയോ വലിയ ഒരു പുരാതനമായ ഒരു സ്കെൽട്ടൻ കിടപ്പുണ്ട്. സ്കെൽട്ടൻ അല്ല, ഒരു എന്താ എല്ല് കിടപ്പുണ്ട്. അതിൻ്റെ നട്ടെല്ലാന്നാണ് തോന്നുന്നത്. എന്തോ ഒരു സാധനം ഇവിടെ ഇട്ടേപ്പുണ്ട്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ടേബിളേഴ്സാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് നമുക്കൊരു മെഡിക്കിറ്റ് കിട്ടിയിട്ടുണ്ട്. മറ്റേ വുഡ് ആക്സ് കിട്ടിയിട്ടുണ്ട്. ഓൾഡ് ആക്സ് മാറിയിട്ട് വുഡ് ആക്സ് ആയിട്ടുണ്ട്. ക്രാക്കൻ കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ക്രാക്കന് പീസ് അതിലോട്ട് വന്നു. ക്രാക്കനിൻ്റെ മേലെ കയറി. നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ക്രാക്കന് വീടിൻ്റെ അകത്ത് കയറി. വീടിൻ്റെ അകത്ത് വീടിൻ്റെ മേലിൽ വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമേ. വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ക്രാക്കൻ നമ്മളൊന്നും ചെയ്യത്തില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ഇതാ പല്ലൊക്കെ കൊണ്ട് വരുന്നു. ഇത് കണ്ടോ, ക്രാക്കൻ്റെ പല്ല് കാണണമെങ്കിൽ ഇതാണ് ക്രാക്കൻ്റെ വാ. ഇതാണ് ക്രാക്കൻ്റെ പല്ല്. ഇവിടെ തുറന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഓൾഡ് റോഡാണ് കിട്ടിയത്. ഇവിടെ ക്രാക്കൻ്റെ പല്ല് ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്താ എടുക്കാൻ പറ്റാത്തത്? നമുക്ക് ഈ ഓൾഡ് റോഡ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഓൾഡ് റോഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ഡോട്ട് ഉണ്ടായിട്ടുണ്ട്. ഡേ 16 4 ദിവസം കൂടി 16 നമുക്ക് എന്തായാലും വീടിൻ്റെ ഇടയ്ക്ക് ഒരു ഷെല്ല് കിടപ്പുണ്ട്. ഷെല്ലിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിലാകെ 3 ഷെല്ലേ ഉള്ളൂ. കാരണം നമ്മളൊന്ന് റീസ്പോനായിട്ട് ലീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ട് പഴയ ഷെല്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 3 ഷെല്ലേ ഉള്ളൂ. ഇന്ന് രാത്രി നമ്മൾ ടോട്ടം എടുത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഐലൻഡേഴ്സ് വരും. അപ്പം എന്തായാലും ഇവിടെ 2 പേരും ഇവിടെ കുടുങ്ങി കിടപ്പുണ്ട്. ഇവിടെ ഒരാളുണ്ട്, മൈൻഡ് ആക്കുന്നില്ല. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ 2 പേരുണ്ട്. ഇയാളെ ഞാൻ മൈൻഡ് ആക്കുന്നില്ല. പക്ഷെ എൻ്റെ കൂടെ മേലോട്ട് ഒരു വരുന്നുണ്ട്, എന്നാലും ഞാൻ മൈൻഡ് ആക്കുന്നില്ല. ഇവിടെ ഒരാളുണ്ട്. ഞാനിപ്പോൾ വൈകാതെ തന്നെ ചാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ മേളിലോട്ട് ഒരു ഐലൻഡേഴ്സും കയറി വന്നില്ല. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇവിടെ കുറേ ചെസ്റ്റ് ബോക്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ നമുക്ക് മെഗാസാക്ക് കിട്ടി. മെഗാസാക്ക് എന്ന് വെച്ചാൽ 25 ആണെന്നാണ് എൻ്റെ ഒരു 25 എണ്ണം ഞാൻ വരുന്നതാണെന്ന് എൻ്റെ ഇത്. ഇവിടെ പിക്കാക്സ് ഉണ്ട്. പിക്കാക്സ് വലിയ ഉപയോഗമൊന്നും ഇല്ല. നമുക്ക് ഇവിടുന്ന് താഴോട്ട് ചാടാം. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫുഡ് വേണം. നമ്മുടെ ഓർഡർ ഉള്ളത് കൊണ്ട് നമുക്ക് ഫിഷിങ് ചെയ്യാം. ഫിഷിങ് ചെയ്യുമ്പം നല്ല ഫിഷ് എല്ലാം കിട്ടണം. വലിയ ഫിഷ് എല്ലാം കിട്ടും. കൊള്ളാം. സാടയും തന്നെ അത്രയും വിശപ്പ് വന്നിരിക്കുമ്പോൾ സാടയും തന്നെ ഹുക്കായി. കോഡും എല്ലാം ഹുക്കാവുകയാണെങ്കിൽ ഓക്ക് കൊള്ളാം. കോഡോ സോഡ് ഫിഷോ എല്ലാം ഹുക്കാവുകയാണെങ്കിൽ നല്ലതായിരുന്നു. സോഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ വലിയ ഫിഷാണ് സോഡ് ഫിഷ്. ഇവിടെ ദേവലോസ് ഞാൻ എടുത്തിട്ട് ലോകൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ലോഗ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോഗ് തന്നെ ശരണം. ലോഗ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിൻഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ടററ്റ്, ക്രോസ്ബോ ടററ്റ്. നമുക്കങ്ങനെ അവസാനം ഒരു സോഡ് ഫിഷിനെ കിട്ടി. ഓക്കെ, അപ്പം അത് ഇത്രയും നമ്മുടെ ഹങ്കർ ഇത്രയും കുറച്ച് കേട്ടോ. പിന്നെ കിട്ടിയതൊരു കോഡിനെയാണ്. നമുക്കിതിവിടെ ഫ്രൈ ചെയ്തിട്ട് ഇവിടെ സ്റ്റോറേജ് ബോക്സിൽ ഇടാം. വേവ് 3 ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ വരൂന്ന് ആൾക്കാർ. അപ്പം
ഐലൻഡേഴ്സ് ഏത് വഴിയാണ് വരുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് ഐലൻഡേഴ്സ് തോന്നുന്നത് ഗൈസ് ആ വഴിയാണ് വന്നത്. പിന്നെ കറക്റ്റ് ഒരു ക്രോസ് ബോ ടററ്റിൻ്റെ ഞാൻ അടിയിൽ പെട്ടുപോയി. അയ്യോ ഗൈസ്, ഞാൻ ഇപ്പോഴാണെങ്കിൽ ക്രോസ് ബോ ടററ്റിൻ്റെ നേരെയായിരുന്നു അവിടെ അവർ വന്ന് നിന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് കടത്തരുത്. കടന്നു കഴിഞ്ഞാൽ ക്രാക്കാൻ വന്ന് കൂട്ടി. എന്നാലും ഇത് ക്രോസ് ബോ ടററ്റിന് നേരെ തന്നെ ഇവർ വന്ന് ലാൻഡ് ആയതുകൊണ്ട് ഇവരെ ക്രോസ് ബോ ടററ്റും അടിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഹെൽത്തൊക്കെ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പം വേവ് 3 നമ്മൾ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. വേവ് 1ഉം വേവ് 2ഉം വേവ് 3ഉം നമ്മൾ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ ഒരു ഇപ്പോൾ നമ്മൾ 16 ആയിട്ടുണ്ട് ഡേയ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിം ഇവിടെ വെച്ച് നിർത്താം. ഇനി വേറെ ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ ഇപ്പോൾ വന്നൊന്ന് ബോറാവുന്നുണ്ട്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഗെയിം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.